എല്ലാവർക്കും ശരത്'സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പോക്കോ X3 അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പോക്കോ F1 എന്ന് പറഞ്ഞൊരു റെവല്യൂഷണറി ഫോൺ ഇറങ്ങിയപ്പോൾ ആ ഒരു ഫോൺ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പോക്കോ ബ്രാൻഡ് ഇറക്കിയ ഫോണുകളെല്ലാം തന്നെ ഒറിജിനൽ ഡിസൈൻ അല്ല, അവർ നമ്മുടെ റെഡ്മിയിൽ നിന്ന് കോപ്പി അടിച്ച് ഉണ്ടാക്കിയ ഡിസൈൻസ് ആണ്. എന്നാൽ ഫൈനലി നമ്മുടെ പോക്കോ ആ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോക്കോ X3 ഫോണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻഡ് ബൈ നമ്മുടെ പോക്കോ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസൈനിൽ ഒരു റിഫ്രഷ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മതിക്കാൻ പറ്റും, കാരണം ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്മാർട്ട് ഫോണിൽ വെച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. കാരണം ക്യാമറ മോഡ്യൂളൊക്കെ നല്ല രീതിയിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് പോയിന്റ്, ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് €199 ആണ്. അപ്പോൾ €199 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 17,999 അല്ലെങ്കിൽ 17,499 ആ ഒരു പ്രൈസ് റേഞ്ചേ വരുള്ളൂ. എന്നാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ പ്രൈസും കമ്പയർ ചെയ്താൽ ബാക്കിയുള്ള ഫോൺ ബ്രാൻഡുകളെല്ലാം ശരിക്കും നമ്മൾ ലൂട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. കാരണം അത്ര ഒരു വാല്യൂ ഫോർ മണി ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഈ ഒരു പോക്കോ X3 എന്ന് പറഞ്ഞ ഫോണിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് കിട്ടുന്നത്, ഇവർ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എത്തിക്കാനായിട്ട് ഇവർ എവിടെയൊക്കെയാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫോണിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്ന് പറഞ്ഞ പ്രോസറാണ്. ഇത് ആക്ച്വലി ഡെബ്യൂ പ്രോസറാണ്, അതായത് ഇതുവരെ വേറെ ഫോണുകളിലൊന്നും വന്നിട്ടില്ലാത്തൊരു പ്രോസറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 732G എന്ന് പറഞ്ഞ പുതിയ പ്രോസർ നമ്മുടെ 730Gനെക്കാട്ടും കുറച്ചുകൂടി ഒരു 15% ഫാസ്റ്റർ ആയിട്ടൊരു പ്രോസറാണ്. നിങ്ങൾക്കറിയാലോ 730G എന്ന് പറയുന്നത് തന്നെ 730നേക്കാളും കുറച്ചുകൂടി എത്രയോ ബെറ്റർ ആയിട്ടൊരു പ്രോസറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോസസർ വൈസ് ഗെയിമിംഗ് പെർഫോമൻസിലൊന്നും യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഇനി ഈ ഒരു പ്രോസറിൻ്റെ കൂടെ കപ്പിൾ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ റാം വേരിയൻ്റ് ആണ്, അതായത് 6GB റാം ആണ്. അപ്പോൾ ഇത് LPDDR4X ആണ് ഈ ഒരു റാം. ഇതിൻ്റെ കൂടെ വരുന്നത് രണ്ട് സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ്. ഒരെണ്ണം എന്ന് പറയുന്നത് 64GB ഓപ്ഷനും കൂടാതെ 128GB ഓപ്ഷനും. അപ്പോൾ ഇത് രണ്ടും UFS 2.1 സ്റ്റോറേജ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു എക്സ്പാൻഡബിൾ ആയിട്ടുള്ള മൈക്രോ SD സ്ലോട്ടും കൂടെ കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്ക്രീൻ ആയിരിക്കും. ഇപ്പോൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്ക്രീൻ തന്നെയായിരിക്കും. കൂടാതെ ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ വരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൊറില്ല ഗ്ലാസിൻ്റെ 5 വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയിലായിരിക്കും ഒരു കോംപ്രമൈസ് വരുത്തുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഈ ഒരു ഫോണിൽ 5160 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് ചാർജിങ് USB-C വഴി സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഓക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ നിങ്ങൾക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൂടെ കിട്ടുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോണിൽ നിങ്ങൾക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. പ്രൈമറി ക്യാമറ ഒരു 64 മെഗാപിക്സൽ നമ്മുടെ സോണിയുടെ IMX682 ക്യാമറയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. പക്ഷേ എൻ്റെ അറിവിൽ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊന്നും IMX682 യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ കിട്ടുന്നുണ്ട്, ഒരു 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതിൽ കുറച്ച് ചെറിയൊരു പഞ്ച് ഹോളാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറ. ഒരു 20 മെഗാപിക്സലിൻ്റെ AI സെൽഫി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അതുമാത്രമല്ല ഇവരുടെ പേരിൽ തന്നെ നമ്മുടെ പോക്കോ X3 NFC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ട് കിട്ടും. അപ്പോൾ NFC സപ്പോർട്ട് ആക്ച്വലി നമുക്കിപ്പോൾ ഗൂഗിൾ പേയോ അങ്ങനത്തെ ഒരു പേയ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള NFC സപ്പോർട്ടും ഈ ഒരു ഫോണിലുണ്ട്. ഇനി പറയുവാണെങ്കിൽ ഈ ഒരു ഫോണിൽ നിങ്ങൾക്കൊരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല 3.5mm ജാക്കും ഈ ഒരു ഫോണിൽ പ്രസന്റ് ആണ്. ഇനി അതുമാത്രമല്ല സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് IP58 സ്പ്ലാഷ് റെസിസ്റ്റന്റ് റേറ്റിംഗ് ഉള്ളൊരു ഫോണാണ്. അപ്പോൾ ഇത്രമാത്രം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു 17,499 റുപ്പീസിന് ഈ ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല, എന്നാലും നമ്മുടെ ഈ ഒരു യൂറോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 17,499 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു പോരായ്മകൾ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊന്ന് സൂക്ഷിച്ച് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത് ഇവർ കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറയാണ്. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറകളിലെല്ലാം കാണുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടറൈസ്ഡ് ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമ്മുടെ ക്യാമറയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ആക്ച്വലി ഒരു ഹാർഡ്വെയർ ആണ്. ആ ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഈ ഒരു പോക്കോ X3 ഇല്ല.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ എന്ന് പറയുന്ന ചിലപ്പോൾ ഇമേജ് ക്വാളിറ്റി വൈസ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതല്ല. ഇനി ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയിൽ ഡീഗ്രഡേഷൻ വരും. ഇനി രണ്ടാമത്തേത് ക്യാമറയിൽ തന്നെ ഇവർ ആ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലുള്ള 2 ക്യാമറകൾ എന്ന് പറയുന്നത് 2 മെഗാ പിക്സലിലെ പോർട്രേറ്റ് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ്. അപ്പോൾ ഒരു 2 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും ആൾക്കാർ ഡെയിലി ലൈഫിൽ ഈ ഒരു 2 മെഗാ പിക്സൽ ക്യാമറ യൂസ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറയിൽ ചെറിയ രീതിയിൽ ഒരു വിട്ടുവീഴ്ച വരുത്തിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഒരു 2MP ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ അവർ ഈ ഒരു 2MP മാക്രോ ക്യാമറ വെച്ചിരിക്കുന്നത്. ഇനി എവിടെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കോസ്റ്റ് കട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ MIUIയിലാണ്. അതായത് നിങ്ങൾക്കറിയാലോ നമ്മുടെ MIUI എന്ന് പറയുന്നത് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു UI ആണ്. ഇപ്പോൾ നമ്മുടെ MIUIയുടെ ലോഞ്ചർ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് വരും. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പോലും അനാവശ്യമായിട്ട് ഇവരുടെ MIUIയുടെ ഒരു സ്ക്രീനിൽ പോയിട്ട് സെക്യൂരിറ്റി സ്കാനിങ് എന്നുള്ള രീതിയിൽ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോൺ എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഓരോ ദിവസവും ചെറിയ രീതിയിൽ എമൗണ്ട് ഇങ്ങനെ അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം വഴി. ഇനി അതേപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബാക്ക് അല്ല, ഒരു പ്ലാസ്റ്റിക് ബാക്കാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുമെങ്കിലും ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ അവർ മേ ബി 120 ഹെർട്സിന് പകരം ഒരു 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് ആയിട്ടുള്ള പാനൽ സൂപ്പർ ആമോലെഡ് അല്ലെങ്കിൽ ആമോലെഡ് ഡിസ്പ്ലേ വെച്ചിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ. അപ്പോൾ അവർ അവിടെയും കോസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ LCD ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB റാമും 64GB റാമുമാണ്. അത് ഓക്കെയാണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എന്നാൽ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ് എന്ന് പറയുന്നതും ഇതേപോലെ 6GB റാം തന്നെയാണ്, പക്ഷേ 128GB മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എന്നാൽ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത് €199, നമ്മുടെ ഈ ഒരു ഹയർ വേരിയൻറ്റ് 128GBയുടെ വേരിയൻറ്റ് എന്ന് പറയുന്നത് €249 ആണ്. അപ്പോൾ 249ഉം 199ഉം കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ 25% എക്സ്ട്രാ ആണ് നമ്മൾ ജസ്റ്റ് ഒരു 64GB കൂടെ കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന് പകരം എന്തായാലും നമ്മൾക്കൊരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു 6GB മോഡലിൽ എക്സ്പാൻഡ് ചെയ്താൽ തന്നെ മതിയാവും. അപ്പോൾ അവർ അങ്ങനെയൊക്കെയാണ് കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.